ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 3.5 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ആയതുകൊണ്ട് അത് വർക്കൗട്ട് ചെയ്തില്ല. സെക്കൻഡും തേർഡും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇനി നമുക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ഫ്രം ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ ദ ഫോളോയിങ് പ്രോബ്ലംസ് ആൻഡ് ഫൈൻഡ് ദെയർ സൊല്യൂഷൻ ബൈ എനി ഓൾജിബ്രിക് മെത്തേഡ്. ഏതെങ്കിലും ഒരു ഓൾജിബ്രിക് മെത്തേഡ് ഉപയോഗിച്ച് ഈ ഫോളോയിങ് സൊല്യൂഷൻസിൻ്റെ റൂട്ട്സ് അല്ലെങ്കിൽ സൊല്യൂഷൻ ഈ ഫോളോയിങ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ പാർട്ട് ഓഫ് മന്ത്ലി ഹോസ്റ്റൽ ചാർജസ് ഈസ് ഫിക്സഡ് ആൻഡ് ദ റിമൈനിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ഡേയ്സ് one has taken food in the mess. When a student A takes food for 20 days, she has to pay ₹1,000 as hostel charge, whereas a student B who takes food for 26 days pays ₹1,180 as hostel charges. Find the fixed charge and the cost of food per day. Question number 2. A fraction becomes 1/3 when 1 is subtracted from the numerator and becomes 1/4 when 8 is added to the denominator. Find the fraction. Question number 3. A had scored 40 marks in a test, getting 3 marks for each right answer and losing 1 mark for each wrong answer. Had 4 marks been awarded for each correct answer and 2 marks been deducted for each incorrect answer, then Yash would have scored 50 marks. How many questions were there in the test? Question number 4. Places A and B are 100 km apart on a highway. One car starts from A and another from B at the same time. If the cars travel in the same direction at different speeds, they meet in 5 hours. If they travel towards each other, then they meet in 1 hour. What are the speed of the 2 cars? Question number 5. The area of a rectangle gets reduced by 9 square centimeter. Its length is reduced by 5 units and breadth is increased by 3 units. If we increase the length by 3 units and the breadth by 2 units, then the area increases by 67 square units. Find the dimensions of the rectangle. ഇത്രയാണ് ക്വസ്റ്റ്യൻ. നമുക്കിത് 1 by 1 ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. 4ലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Monthly hostel charge is fixed and the remaining depends on the number of days one has taken food in the mess. ഫിക്സഡ് ചാർജ് ആയിട്ട് ഒരു കോസ്റ്റ് കൊടുക്കണം. ഒന്ന് ഫിക്സഡ് ചാർജ്, പിന്നെ എന്തുവാണ് ഫിക്സഡ് ചാർജ്, അതിനുശേഷം എത്ര ദിവസം അവിടുന്ന് ഫുഡ് ടേക്ക് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള കോസ്റ്റ് പെർ ഡേയിൽ എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കണം. അങ്ങനെ വെൻ എ സ്റ്റുഡൻറ്റ് എ ടേക്സ് ഫുഡ് ഫോർ 20 days, 20 days അവിടുന്ന് ഫുഡ് ടേക്ക് ചെയ്തു. അതുപോലെ തന്നെ 20 days, അതുപോലെ 20 daysലെ ഹോസ്റ്റൽ ചാർജും അല്ലേ, ഹോസ്റ്റൽ ചാർജും ഫുഡ് ചാർജും ചേർത്ത് 1000 rupees ആണ് എ പേ ചെയ്തത്. 20 daysലെ ഹോസ്റ്റൽ ചാർജും ഫുഡ് ചാർജും കൂടെ ചേർത്ത് 1000 rupees പേ ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യാം? നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട എന്താണ്? മന്ത്ലി ഫിക്സഡ് ചാർജ് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യണം. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഫുഡ് പെർ ഡേയും കൂടെ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? അസ്യൂം ചെയ്യണം ഏത് എക്സ് എന്നും ഏത് വൈ എന്നും നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ let the fixed charge, fixed monthly hostel charge എന്ന് എഴുതണം. മന്ത്ലി ആണ് ഫിക്സഡ് ആയിട്ട് ഹോസ്റ്റൽ ചാർജ്. മന്ത്ലി ഫിക്സഡ് ഹോസ്റ്റൽ ചാർജ് ഈസ് ₹X and cost of food for 1 day which is equal to ₹Y. ഞാനിപ്പോൾ രണ്ടെണ്ണം അസ്യൂം ചെയ്തു. എക്സ് എന്ന് പറയുന്ന മന്ത്ലി ഫിക്സഡ് ചാർജും അതുപോലെ ഫുഡിൻ്റെ കോസ്റ്റ് വൈ എന്ന് എടുത്തു. ഫിക്സഡ് ചാർജ് എക്സ് ആയിട്ട് ഫിക്സഡ് മന്ത്ലി ആണ് എക്സ് മീൻസ് ഹോസ്റ്റൽ ചാർജ്, അക്കോമഡേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ മന്ത്ലി ആണ്. ഫുഡിനാണ് പെർ ഡേയിൽ കോസ്റ്റ് ചെയ്യേണ്ടത്.
പെർ ഡേ ആണ് അനുസരിച്ചാണ്. പെർ ഡേ എന്ന് പറയുന്നത് കോസ്റ്റ് ചെയ്യുന്ന എത്രയാണ് y ആണ്. അപ്പം ക്വസ്റ്റ്യൻ എന്തുവാണ്, A takes 20 days 20 days food in this mess and hostel charge, that is total എത്ര rupees 1000 പേ ചെയ്തത്. When a student A takes food for 20 days, she has to pay 1000 rupees. അപ്പോൾ എങ്ങനെ എഴുതും? A എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ കോസ്റ്റിൻ്റെ കാര്യമാണ്. 20 days അവിടെ താമസിച്ചു, അതുപോലെ ഫുഡും ടേക്ക് ചെയ്തു, അപ്പോൾ ഉള്ള കോസ്റ്റ് ഓഫ് 1000 rupees എന്ന് പറയും. അപ്പോൾ ഫിക്സഡ് ചാർജ് 20 days ആയാലും 30 days ആയാലും നമ്മൾ ഫിക്സഡ് ആയിട്ട് മന്ത്ലി ചാർജ് എത്ര കൊടുക്കണം? അപ്പോൾ ഫിക്സഡ് ചാർജ് ഇസ് ഈക്വൽ ടു എക്സ്, ദാറ്റ് ഈസ് എക്സ് പ്ലസ്, പിന്നെയോ അവിടെ 20 days ആണ് ഫുഡ് ടേക്ക് ചെയ്തത്. അപ്പോൾ ഫുഡിൻ്റെ കോസ്റ്റ്, ഫുഡ് പെർ ഡേ എത്രയാണ് y എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. therefore y into 20 പെർ ഡേയിൽ y ആണെങ്കിൽ 20 daysന് എത്രയായിരിക്കും? 20y, എക്സ് പ്ലസ് 20y ഈക്വൽ ടു 1000. മനസ്സിലായല്ലോ? അപ്പോൾ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്ന എക്സ് എന്ന് എടുക്കുന്നു. പിന്നെ 20 days ഒരാൾ A എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് അവിടെ താമസിച്ചാൽ, അല്ല അക്കോമഡേഷൻ ഹോസ്റ്റലിൽ താമസിച്ചാൽ കൊടുത്ത രൂപ 1000 ആണ്. അങ്ങനെയാണെങ്കിൽ 20 days ആണ് അയാൾ ഫുഡ് അവിടുന്ന് ടേക്ക് ചെയ്തത്. അപ്പോൾ ഹോസ്റ്റൽ ചാർജ് എക്സ് എന്നും മന്ത്ലി ചാർജ് ഫോർ ഫുഡ് ദാറ്റ് ഈസ് 20y പെർ ഡേ y ആയതുകൊണ്ട് 20 days ഫുഡ് ടേക്ക് ചെയ്ത 20y വിച്ച് ഈസ് ഈക്വൽ ടു 1000, ഇക്വേഷൻ നമ്പർ 1. അതുപോലെ നെക്സ്റ്റ് കണ്ടീഷൻ എന്തുവാണ്? B takes ഫുഡ് ഫോർ 26 days. 26 daysന് ബി ഫുഡ് ടേക്ക് ചെയ്തു, പേ ചെയ്തത് 1180 rupees ആണ് പേ ചെയ്തത്. അതും ഇതുപോലെ തന്നെ എങ്ങനെ എടുക്കും? ഫിക്സഡ് ചാർജ് പേ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഫിക്സഡ് ചാർജ് ദാറ്റ് ഈസ് എക്സ് പ്ലസ് എത്ര ദിവസം അവിടുന്ന് ഫുഡ് ടേക്ക് ചെയ്ത്? 26 days. അപ്പോൾ 26 daysന് പെർ ഡേയുടെ ഫുഡ് കോസ്റ്റ് y ആണ്. അങ്ങനെ 26 ഡേയുടെ ഫുഡ് കോസ്റ്റ് എത്ര വരും? 26y ഈക്വൽ ടു 1180, ഇക്വേഷൻ നമ്പർ 2. നമുക്ക് അറിയാം എന്താണ്, ഇതിൽ രണ്ടിലും വേരിയബിളിൽ എക്സിൻ്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് എളുപ്പം. കൂടുതലായിട്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എലിമിനേഷൻ ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് തോന്നുവാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ എലിമിനേഷൻ, കാരണം കോഎഫിഷ്യന്റ് സെയിം ആയതുകൊണ്ട് ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 എടുത്താൽ എക്സ് ഒരു വേരിയബിൾ എലിമിനേറ്റ് ആവും. നെക്സ്റ്റ് നമുക്ക് വൈയുടെ വാല്യൂ ഫൈൻഡ് ചെയ്തതിന് ശേഷം എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്താണ് സോൾവ് ചെയ്യുന്നത്. ഏതെങ്കിലും ഓൾജിബ്രിക് മെത്തേഡ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാം, ഇതല്ലെങ്കിൽ എലിമിനേഷൻ യൂസ് ചെയ്യാം. 1 മൈനസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് 1 മൈനസ് 2 എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ സബ്ട്രാക്റ്റ് ആണ് ചെയ്യുന്നത്. സബ്ട്രാക്ട് ചെയ്താൽ മാത്രമേ ഒരു വേരിയബിൾ എന്തോന്നായി പോകൂ? എലിമിനേറ്റ് ആയി പോകുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ഇംപ്ലൈസ് എക്സ്. സൈൻ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ആകുമ്പോൾ ഉടനെ പ്ലസ് എല്ലാം മൈനസ് ആവും, മൈനസ് എല്ലാം പ്ലസ് ആവും. എക്സ് മൈനസ് എക്സ് ക്യാൻസലായി 20 മൈനസ് 26y വിച്ച് ഇസ് ഈക്വൽ ടു 20y മൈനസ് 26y ആണ്. അപ്പം 20 26 ബിഗസ്റ്റ് മൈനസ് സ്മോളസ്റ്റ്, ദാറ്റ് ഈസ് 26 മൈനസ് 20 എത്രയാണ്? 6. പുട്ട് ദ സിമ്പൽ ഓഫ് ബിഗസ്റ്റ് സിമ്പൽ ഏതാണ്? -6. -6y ഈക്വൽ ടു 1180 മൈനസ് 1000. 1000ൽ 1180 കൂടെ സബ്ട്രാക്ട് ചെയ്യണം. രണ്ട് ഓപ്പോസിറ്റ് സിമ്പലാണ്. ഇവിടെ മൈനസ് ആണ്, പ്ലസ് മാറി മൈനസ് ആയി, കാരണം സബ്ട്രാക്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര വരും? 180 എന്ന് വരും. 180ൽ ബിഗസ്റ്റ് നമ്പറിന്റെ സിമ്പൽ ഏതാണ്? മൈനസ് അല്ലേ? മൈനസ് കൊടുത്തു. therefore y is equal to minus 180 divided by minus 6 which is equal to 18 3 times ആണ്. അപ്പോൾ 30 അല്ലേ? മൈനസ് മൈനസ് പ്ലസ് ആവും, മൈനസ് മൈനസ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? പ്ലസ് ആവും. y is equal to 30. y is equal to 30 ആണ്. ഇനി എന്ത് ചെയ്യാം? ഈ കിട്ടിയ 30 എടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് y 30 എന്ന് കിട്ടിയത് എന്താണ്? കോസ്റ്റ് ഫോർ ഫുഡ് പെർ ഡേ. ഒരു ദിവസത്തേക്കുള്ള ഫുഡിന്റെ കോസ്റ്റ് ആണ് 30 എന്ന് കിട്ടിയത്. ഇനി നമുക്ക് ഏതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ഫിക്സഡ് ചാർജ്, മന്ത്ലി ഫിക്സഡ് ചാർജ് ദാറ്റ് ഈസ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. എക്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഈ കിട്ടിയ വാല്യൂ എടുത്ത് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ദെൻ y is equal to 30 in പുട്ട് ചെയ്യാണ്. പുട്ട് y is equal to 30 in x plus 20y equal to 1000. എക്സ് പ്ലസ് എക്സിൻ്റെ വാല്യൂ അറിയില്ല, എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യേണ്ടത് വൈയുടെ വാല്യൂ 20 ഇൻറ്റു വൈയുടെ വാല്യൂ എത്രയാണ് നമ്മൾ ഫൈൻഡ് ചെയ്തത്? 30. 20 into 30 that is equal to 1000.
then x plus 2 into 3 6 0 0 600 ആവും 600 equal to 1000 then x is equal to എത്രയാവും 1000 minus 600 which is equal to 400. അപ്പോൾ ഫുഡിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഫിക്സഡ് മന്ത്ലി ഹോസ്റ്റൽ ചാർജ് എത്ര കിട്ടി നമുക്ക് x is equal to 400 എന്ന് ഫൈൻഡ് ചെയ്തു. അപ്പോൾ മന്ത്ലി ചാർജ് കിട്ടി, കോസ്റ്റ് പെർ ഡേയും കിട്ടി. അപ്പോൾ എഴുതാമല്ലോ, എങ്ങനെ എഴുതാം? hence the monthly food charge is rupees 400 and food per day is rupees 30 rupees. Food per day 30 എന്ന് കിട്ടി. അപ്പോൾ ഫുഡ് പെർ ഡേ 30യും ഫിക്സഡ് ചാർജ് നമ്മൾ 30 എന്നാണ്, വൈ എന്ന് കിട്ടിയത് 30 അല്ലേ. അപ്പോൾ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് ഫിക്സഡ് മന്ത്ലി ചാർജ് 400ഉം ഫുഡ് പെർ ഡേ rupees 30 എന്നും ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു, വിച്ച് ഈസ് ദ ആൻസർ. അപ്പോൾ ഫുഡ് പെർ ഡേ rupees 30 ആൻഡ് ഫിക്സഡ് ചാർജ് rupees 400 വിച്ച് ഈസ് ദ ആൻസർ. ഫോർത്തിൽ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ ഫ്രാക്ഷൻ ബിക്കംസ് 1/3 when 1 is subtracted from the numerator and becomes 1/4 when 8 is added to the denominator. Find the fraction. Fraction becomes ഒരു ഫ്രാക്ഷൻ 1/3 ആവുന്നു എപ്പോഴാണ്? when the numerator 1 is subtracted from the numerator and it becomes 1/4 when 8 is added to the denominator. Find the fraction ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യണം ഏതാണ് x ഏതാണ് y എന്ന്. അപ്പോൾ ഞാൻ let the numerator be അസ്യൂം ചെയ്യണം. let us assume that let the numerator be x and denominator be y. ന്യൂമറേറ്ററിന് x എന്നെടുത്തു, ഡിനോമിനേറ്ററിന് y എന്നെടുത്തു. ഇനി എന്ത്? അപ്പോൾ ഫ്രാക്ഷൻ എങ്ങനെയായി മാറും? then fraction becomes x by y. അപ്പോൾ x by y ആവുന്നു. then ന്യൂമറേറ്ററിൽ നിന്നാണ് എത്ര സബ്ട്രാക്ട് ചെയ്യുന്നത്? 1 സബ്ട്രാക്ട് ചെയ്യുന്നത്. when 1 is subtracted from the numerator then the fraction becomes എന്തൊന്നായി മാറുന്നു? 1/3 ആവുന്നു. ഇനി സോൾവ് ചെയ്ത് ഇക്വേഷൻ 1 എന്നും 2 എന്നും കൊടുക്കാം. ഞാനിപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x minus 3 അല്ലേ. നെക്സ്റ്റ് സൈഡ് പോകുമ്പോൾ 3 ശരിക്കും ഇതാണ് 3 into x minus 1 equal to y into 1 is equal to y into 1 എത്ര? y. ഞാൻ അതിന് ശേഷം 3 into x നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 3x ആവും. 3 into 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 വരും. -3 which is equal to y. എന്നിട്ട് ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യും? 3x വേരിയബിൾ എല്ലാം വൺ സൈഡിൽ കൊണ്ടുവരണമല്ലോ. 3x minus y equal to -3 നെക്സ്റ്റ് സൈഡിൽ പോകുമ്പോൾ +3 ആവും വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 ആയി കഴിഞ്ഞു. ഇനി എന്തോന്ന് ചെയ്യണം? സെക്കൻഡ് കണ്ടീഷൻ നോക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്തോന്നാണ്? when 8 is added to the denominator it becomes 1/4. 8 ഡിനോമിനേറ്ററിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പം ആ ഫ്രാക്ഷൻ എന്തോന്നായി മാറുന്നു? 1/4 ആയി മാറുന്നു. അപ്പോൾ വീണ്ടും ഫ്രാക്ഷൻ എഴുതണം x by y. വൈയുടെ ഡിനോമിനേറ്ററിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യേണ്ടത്? 8. y plus 8 which is equal to 1/4. 4 ക്രോസ് മൾട്ടിപ്ലൈ ഇത് ഇങ്ങോട്ട് പോകും. that is 4x implies 4x is equal to 1 into y plus 8. y ഇത് നമ്പറിനായാലും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ നമ്പർ തന്നെയല്ലോ. അപ്പോൾ that is equal to y plus 8. then 4x minus y equal to 8. y നെക്സ്റ്റ് സൈഡ് വരുമ്പോൾ -y ആവും equal to 8. ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടുമാണ് ഇക്വേഷൻ. 3x minus y is equal to 3 and 4x minus y is equal to 8. നമുക്കിപ്പോൾ ഇനി എന്തോന്നാണ്? ഏതെങ്കിലും മെത്തേഡ് എലിമിനേഷനോ സബ്സ്റ്റിറ്റ്യൂഷനോ യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്യണം. ഇപ്പോൾ എളുപ്പം എന്ന് പറഞ്ഞാൽ രണ്ടിലും എന്തോന്നാണ്? -y ആണുള്ളത് അല്ലേ. ഇവിടെ നോക്കിയാലും -y ഉണ്ട്. അപ്പോൾ നമുക്ക് കോഎഫിഷ്യന്റ് സെയിം ആക്കേണ്ട കാര്യമില്ല. എലിമിനേഷൻ മെത്തേഡ് അല്ലേ ഈസി. അപ്പോൾ ഞാനിപ്പോൾ എലിമിനേഷൻ മെത്തേഡ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് 3x minus y equal to 3. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൺവീനിയൻ്റ് എങ്കിൽ അത് ചെയ്തോളണം. 3x minus y is equal to 3 and 4x minus y equal to 8. ഇനി എന്ത് ചെയ്യാം? രണ്ടും സെയിം സിമ്പിളാണ്. സെയിം സിമ്പിൾ എന്ത് ചെയ്താലാണ് ക്യാൻസൽ ആവുന്നത്? സബ്ട്രാക്ട് ചെയ്താൽ. ഓപ്പോസിറ്റ് സിമ്പിൾ ആണെങ്കിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ പ്ലസ് മാറ്റി സൈൻ ചേഞ്ച് ചെയ്യുവാണ്. പ്ലസ് മാറ്റി മൈനസ് ആവുന്നു, മൈനസ് മാറ്റി പ്ലസ് ആക്കുന്നു.
3x minus 4x, 3x minus 4x. വലിയ നമ്പർ 4x ആണ്. 4 minus 3 എത്രയാണ്? 1x. ബിഗസ്റ്റ് നമ്പറിന്റെ ഓപ്പോസിറ്റ് സിമ്പിൾ ആകുമ്പോൾ എപ്പോഴും സബ്ട്രാക്ട് ആണ് ചെയ്യുന്നത്. ബിഗസ്റ്റ് നമ്പറിന്റെ സിമ്പിൾ മൈനസ് ആണ്. 3 minus 8, 3 minus 8 എന്ന് പറയുമ്പോൾ ഇതും അതുപോലെ തന്നെ എന്താണ്? രണ്ട് ബിഗസ്റ്റ് മൈനസ് സ്മോളസ്റ്റ്. 8 minus 3 എത്രയാണ്? 5. ബിഗസ്റ്റ് നമ്പറിന്റെ സിമ്പിൾ എത്രയാണ്? -5. Then x is equal to നമുക്ക് എത്രയാണ് കിട്ടി? 5. -5 divided by -5 divided by -1 എത്രയാണ്? 5 അല്ലേ? x is equal to 5. രണ്ടില് മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് മൈനസ് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്ലസ് ആവും. ദാറ്റ് ഇസ് ഈക്വൽ ടു +5 ആയി. എക്സിന്റെ വാല്യൂ 5 എന്ന് കിട്ടി. ഈ 5 എടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. അങ്ങനെ നമുക്ക് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. x is equal to 5 സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പോൾ പുട്ട് x is equal to 5 in equation 3. Put x is equal to 5 in equation 3. That is equal to എങ്ങനെയായി മാറും? ഇക്വേഷൻ 1 എങ്ങനെയായി മാറും? 3 into x. എക്സിന്റെ വാല്യൂ എത്രയാണ്? 5 minus y which is equal to 3. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഏതാണ്? 3x minus y is equal to 3 ആണ്. 3x minus y equal to 3. അപ്പോൾ 3 into എക്സിന്റെ വാല്യൂ ആണ് 5 കിട്ടിയത്. 3 into 5 minus y is equal to 3. 3 into 5 എത്രയാണ്? 15. 15 minus y is equal to 3. Then minus y is equal to 3 minus 15. That is minus y is equal to 15 minus 3. 15 നിന്ന് 3 പോയാൽ എത്രയാണ് വരുന്നത്? 12 അല്ലേ? അപ്പോൾ ബിഗസ്റ്റ് നമ്പറിന്റെ സിമ്പിൾ എത്രയാണ്? മൈനസ്. മൈനസ് y is equal to -12. then y is equal to 12 എന്ന് കിട്ടി. അപ്പോൾ എക്സിന്റെ വാല്യൂ 5 കിട്ടി, വൈയുടെ വാല്യൂ 12 കിട്ടി. നമുക്ക് കാണേണ്ട എന്തുകൊണ്ട്? ഫ്രാക്ഷൻ ആണ്. ഹെൻസ് ദ റിക്വയർഡ് ഫ്രാക്ഷൻ ഈസ് എത്രയാണ്? 5. നമ്മൾ ഏതാ ന്യൂമറേറ്റർ ആയിട്ട് എടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഹെൻസ് ദ ഫ്രാക്ഷൻ ഈസ് ഫ്രാക്ഷൻ. ന്യൂമറേറ്ററിനാണല്ലോ എക്സ് എന്ന് എടുത്തത് അല്ലേ? അപ്പോൾ ന്യൂമറേറ്റർ എന്തോന്ന് എഴുതും? എക്സിന്റെ വാല്യൂ 5. ന്യൂമറേറ്റർ ആകുമ്പോൾ മേളിലായിട്ട് എഴുതേണ്ടത്. ഡിനോമിനേറ്ററിനാണ് നമ്മൾ ഏതായിട്ട് എടുത്തത്? y ആയിട്ട് എടുത്തത്. വൈയുടെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്? 12. That is the fraction is equal to 5/12. The fraction എങ്ങനെ കിട്ടിയത്? 5/12 എന്ന് ആൻസർ കിട്ടി. ഫ്രാക്ഷൻ is equal to 5/12. 5/12 which is the answer. അപ്പോൾ ഫ്രാക്ഷൻ നമുക്ക് 5/12 എന്ന് കിട്ടി. അതാണ് ആൻസർ ആയിട്ട്. ചാപ്റ്റർ 3 എക്സസൈസ് 3.5 ക്വസ്റ്റ്യൻ നമ്പർ 4 തേർഡ് സബ് ക്വസ്റ്റ്യൻ ആണ്. എന്തോന്നായിരുന്നു ക്വസ്റ്റ്യൻ? Yash scored 40 marks in a test, getting 3 marks for each right answer and losing 1 mark for each wrong answer. Had 4 marks been awarded for each correct answer and 2 marks been deducted for each incorrect answer, then Yash would have scored 50 marks. How many questions were there in the test? Yash scored 40 marks in a test. 40 marks ഒരു ടെസ്റ്റിൽ നേടുന്നു. അതിൽ 3 right answer, each mark for 3 right answer, 3 marks for each right answer and losing 1 mark for each wrong answer. 3 marks for each right answer and losing 1 mark for each wrong answer. സെക്കൻഡ് കേസ് എന്താണ്? 50 മാർക്സ് ആണ് സ്കോർ ചെയ്യുന്നത്. 50 മാർക്സ് ആൻഡ് റൈറ്റ് ആൻസറിന് 4 മാർക്സും ആൻഡ് റോങ് ആൻസറിന് 2 മാർക്സ് ലൂസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ക്വസ്റ്റ്യൻസ് ആർ ദെയർ ഇൻ ദ ടെസ്റ്റ്? ടെസ്റ്റിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് 40 മാർക്സ്, യാഷ് സ്കോർഡ് 40 മാർക്സിൻ്റെ ടെസ്റ്റാണ്. ഫസ്റ്റ് കേസ് എഴുതാം. അപ്പം ടോട്ടൽ ക്വസ്റ്റ്യൻസ് എത്ര എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ആൻസേഴ്സ് എത്ര, റോങ് ആൻസേഴ്സ് എത്ര എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അസ്യൂം ചെയ്യണം. എന്ത് വേണം? ലെറ്റ് us assume that റൈറ്റ് ആൻസേഴ്സ് ബി എക്സ് ഓർ റോങ് ആൻസേഴ്സ് ബി വൈ ഓർ വൈസ് വേഴ്സ. നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഞാനിപ്പോൾ റൈറ്റ് ആൻസേഴ്സിന് എക്സ് എന്ന് എടുക്കുന്നു, റോങ് ആൻസേഴ്സിന് വൈ എന്ന് എടുക്കുന്നു. ലെറ്റ് ദ റൈറ്റ് ആൻസേഴ്സ് ബി എക്സ് ആൻഡ് റോങ് ആൻസേഴ്സ് ബി, റൈറ്റ് ആൻസർ എക്സ് എന്നെടുത്തു, റോങ് ആൻസർ വൈ എന്നെടുത്തു. ഇനി എന്ത് വേണം? ഫസ്റ്റ് കേസിൽ ഇക്വേഷൻ ഫോം ചെയ്യണം. ഫോം ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? 3 ഫോർ ഈച്ച് റൈറ്റ് ആൻസർ. ഓരോ
റൈറ്റ് ആൻസറിന് എത്ര മാർക്സ് ആണ് കിട്ടുന്നത്? 3 മാർക്സ്. അങ്ങനെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? എത്ര റൈറ്റ് ആൻസേഴ്സ് ഉണ്ടായിരുന്നു? എക്സ് റൈറ്റ് ആൻസേഴ്സ് ഉണ്ടായിരുന്നു. ഓരോ ക്വസ്റ്റ്യൻ 3 മാർക്സ് ആണെങ്കിൽ എത്രയായിരിക്കും? ടോട്ടൽ മാർക്സ് 3x ആയിരിക്കും. കാരണം നമ്പർ ഓഫ് റൈറ്റ് ആൻസേഴ്സ് എക്സും 1 മാർക്ക് ഫോർ 1 ക്വസ്റ്റ്യൻ 3 ആണെങ്കിൽ 3x ആയിരിക്കണമല്ലോ. ദാറ്റ് ഈസ് 3x മൈനസ് അടുത്ത നമ്പർ ഓഫ് റോങ് ആൻസേഴ്സ് എത്രയാണ്? y ആണ്. എത്രയാണ് റോങ് ആൻസേഴ്സ്? y ആണ്. ഓരോ ക്വസ്റ്റിനും എത്ര മാർക്കാണ്? 1 മാർക്കാണ്. അപ്പൊ കിട്ടിയ മാർക്കിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. കാരണം ടോട്ടൽ മാർക്സ് ഉണ്ടാവും, ആ മാർക്കിൽ നിന്നാണ്. ലൂസിങ് ആണ്. ലൂസിങ് മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര നേടി ആ മാർക്കിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1y 3x മൈനസ് 1y വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 40. ഇക്വേഷൻ നമ്പർ 1. മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് കേസ് ആയി. ലെറ്റ് ദ റൈറ്റ് ആൻസേഴ്സ് എക്സ് എന്നെടുത്തു, റോങ് ആൻസേഴ്സ് വൈ എന്നെടുത്തു. അങ്ങനെ എക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓരോ ക്വസ്റ്റിനും 3 മാർക്സ് ആണ് റൈറ്റ് ആൻസറിന്. ദെർഫോർ ടോട്ടൽ മാർക്സ് 3x ആവും. റോങ് ആൻസറിന് y ആണ്. ഓരോ ക്വസ്റ്റിനും y മാർക്കാണ്. റോങ് ആൻസേഴ്സ് 1 മാർക്കാണ്. റോങ് ആൻസേഴ്സ് എത്ര ഉണ്ടായിരുന്നു? y ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് y ഇസ് ഈക്വൽ ടു y ഇൻറ്റു 1 ഈക്വൽ ടു 1y. ടോട്ടൽ മാർക്സ് എത്രയാവും? കിട്ടിയ മാർക്കിൽ നിന്ന് ഈ റോങ് ആൻസേഴ്സിന്റെ മാർക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടിയതാണ് 40 മാർക്സ് എന്ന് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 40. ഇനി എന്ത് ചെയ്യണം? സെക്കൻഡ് കേസിൽ റൈറ്റ് ആൻസേഴ്സ് എത്രയാണ്? മാർക്ക് ഫോർ ഈച്ച് റൈറ്റ് ആൻസർ എത്രയാണ്? 4. അപ്പം ടോട്ടൽ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആൻസർ എത്ര ഉണ്ടായിരുന്നു? എക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു എക്സ് ക്വസ്റ്റ്യൻസിന് 4 മാർക്സ് വെച്ച് എത്രയായിരിക്കും ടോട്ടൽ മാർക്സ്? 4x അല്ലേ? അപ്പോൾ സെക്കൻഡ് കേസ് 4x. പിന്നെ എത്രയാണ് റോങ് ആൻസേഴ്സ് y ഉണ്ടായിരുന്നു. ഓരോ ക്വസ്റ്റ്യനും എത്രയാണ്? 2 മാർക്സ് ഈച്ച് ആണ്. അപ്പോൾ എങ്ങനെയായും 2y അല്ല? ഓരോ ക്വസ്റ്റ്യന്റെയും മാർക്ക് 2y. അപ്പോൾ കിട്ടിയ 4x ടോട്ടൽ 4x മാർക്സ് ആണ് ആ കുട്ടിക്ക് കിട്ടിയത്. അതിൽ നിന്ന് ഈ റോങ് ആൻസേഴ്സിന്റെ മാർക്ക് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. 4x മൈനസ് 2y വിച്ച് ഇസ് ഈക്വൽ ടു 50. ഇക്വേഷൻ നമ്പർ 2. ഇങ്ങനെ 2 ഇക്വേഷനായി. നമുക്ക് എലിമിനേഷൻ മെത്തേഡോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ യൂസ് ചെയ്താണ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് അത് യൂസ് ചെയ്ത് ചെയ്യാം. ഞാനിപ്പോൾ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാണ്. എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു കോഎഫിഷ്യന്റ് 2 ഇക്വേഷൻ്റെയും ഏതെങ്കിലും ഒരു കോഎഫിഷ്യന്റ് സെയിം ആക്കിയിട്ട് ആ പർട്ടിക്കുലർ വേരിയബിളിന് എലിമിനേറ്റ് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്കിവിടെ 1y 2y അല്ലേ? ഒന്നുകിൽ എനിക്ക് ഈ ഇക്വേഷന് എന്ത് ചെയ്യാം? സിമ്പിൾ എക്സ് നോക്കിയാൽ വലിയ നമ്പേഴ്സ് കൊണ്ട് 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതിനേക്കാളും ഇവിടെ 1yയും ഇവിടെ 2yയും ആയതുകൊണ്ട് ഒന്നുകിൽ ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 2y ആവും, ഇത് 6x ആവും, ഇത് 80 ആവും. അതുപോലെ സെക്കൻഡ് ഇക്വേഷന് അതല്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ആ കേസ് യൂസ് ചെയ്യുക. കാരണം എങ്ങനെയായാലും കോഎഫിഷ്യന്റ് സെയിം ആക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ 4x മൈനസ് 2y ഈക്വൽ ടു 15 എല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്തോന്നാവും? കോഎഫിഷ്യന്റ് ഫസ്റ്റിൽ y ആണ്, സെക്കൻഡിലും y ആയി മാറും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നുകിൽ മൾട്ടിപ്ലൈ ചെയ്ത് സെയിം ആക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്ത് സെയിം ആക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷനെ ഡിവൈഡ് ചെയ്ത് സെയിം ആക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നത് സെക്കൻഡ് ഇക്വേഷനെ ഡിവൈഡ് ചെയ്യാണ്, ഡിവൈഡിങ് ബൈ 2. അപ്പോൾ ആൻസർ എത്ര വരും? 4x ബൈ 2 എത്ര വരണേ? 2x അല്ലേ? 4x ബൈ 2 ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ? കട്ട് ചെയ്ത് പോകുമ്പോൾ 2x ആവും. പിന്നെ അതുപോലെ 2y ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാവും? y മൈനസ് y ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എത്രയാവും? 25. LHSനെയും RHSനെയും മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇക്വേഷന്റെ വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാവും. ഇക്വേഷൻ നമ്പർ 3. അങ്ങനെ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 3യും നമ്മൾ ഫോം ചെയ്തു. ഇത് ഫോം ചെയ്യാൻ കാരണം രണ്ടിൻ്റെയും കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ കോഎഫിഷ്യന്റ് സെയിം ആയി കഴിഞ്ഞാൽ നമുക്കിനി എന്ത് ചെയ്യാം? എലിമിനേഷനോ സബ്സ്റ്റിറ്റ്യൂഷനോ മെത്തേഡ് യൂസ് ചെയ്ത് ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റും തേർഡും ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എടുത്തെഴുതുവാണ്. 3x മൈനസ് y ഈക്വൽ ടു 40. ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 3യും ആയിട്ട് ചെയ്തു. കാരണം കോഎഫിഷ്യന്റ് രണ്ടിലും സെയിം ആണ്. y എന്ന് പറയുന്ന വേരിയബിൾ എനിക്ക് എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടിലും സെയിം സിമ്പിൾ ആണെങ്കിൽ എന്തോന്ന് ചെയ്താലേ എലിമിനേറ്റ് ആവൂ? സബ്ട്രാക്ട് ചെയ്താൽ മാത്രമേ എലിമിനേറ്റ് ആവുള്ളൂ. ഞാൻ therefore ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 1. 3നെ ഇക്വേഷൻ 1 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ
എന്ത് ചെയ്യണം, സൈൻ ചേഞ്ച് ചെയ്യണം. ഓർമ്മിച്ച് പോളിനോമിയലെല്ലാം നമ്മൾ ഒത്തിരി തവണ പഠിച്ചതാണ്. സബ്ട്രാക്ഷൻ വേരിയബിളും നമ്പേഴ്സുമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത്, ദാറ്റ് ഈസ് പോളിനോമിയൽ ഫംഗ്ഷനോ അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻ ഫംഗ്ഷനോ വരുവാണെങ്കിൽ അത് നമുക്ക് എന്തോന്ന് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ് സൈൻ ചേഞ്ച് ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമ്മൾ സൈൻ ചേഞ്ച് ചെയ്യാൻ ഓർക്കത്തില്ല. അതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ് സൈൻ ചേഞ്ച് ചെയ്യുക. പ്ലസ് ആവും, മൈനസ് ബിക്കംസ് പ്ലസ് ആൻഡ് പ്ലസ് ബിക്കംസ് മൈനസ്. അപ്പോൾ ഇവിടെ എല്ലാം മൈനസ്, ഇവിടുത്തെ മൈനസ്, ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. അപ്പോൾ 2x മൈനസ് 3x, ദാറ്റ് ഈസ് 2x മൈനസ് 3x. എത്രയാണ്? ബിഗസ്റ്റ് നിന്ന് സ്മോളസ്റ്റ് പോയാൽ 3 നിന്ന് 2 പോയാൽ 1. ബിഗസ്റ്റ് നമ്പറിന്റെ സിമ്പൽ ഏതാണ്? 3 അല്ലേ? അപ്പോൾ മൈനസ് ആണ് സിമ്പൽ. ദാറ്റ് ഈസ് മൈനസ് എക്സ് അല്ലേ? മൈനസ് 1x ആണ്, മൈനസ് എക്സ് എന്നാവും. y എന്തെന്നാവും? പ്ലസ് y മൈനസ് y ക്യാൻസൽ ഔട്ട് ആവും. ആൻഡ് 25 മൈനസ് 40, ദാറ്റ് ഈസ് 40 നിന്ന് 25 സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? 40 നിന്ന് 25 സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗസ്റ്റ് നമ്പറിന്റെ സിമ്പൽ ഏതാണ്? 40യുടെ സിമ്പൽ എല്ലാം ഇടേണ്ട. 14 25 ബിഗസ്റ്റ് നമ്പർ 40 ആണ്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ എനിക്ക് 15 എന്ന് കിട്ടി. അപ്പോൾ ഞാൻ ബിഗസ്റ്റ് നമ്പറിന്റെ സിമ്പലായ മൈനസ് കൊടുത്തു. ദാറ്റ് ഈസ് മൈനസ് 15. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എന്തോന്ന് വരും? മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 15 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 15 അല്ലെ? എക്സിന്റെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടിക്കഴിഞ്ഞു? 15 എന്ന് കിട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടത്? എക്സ് 15 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. ഈ കിട്ടിയ വാല്യൂ എടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തോന്നാവും? വൈയുടെ വാല്യൂ ആവും. അപ്പോൾ ദാറ്റ് ഈസ് എന്താണ്? പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 15 ഇൻ ഇക്വേഷൻ 1ൽ കൊടുക്കുവാണ്. ഇക്വേഷൻ 1 എന്തോന്നാണ്? 3x മൈനസ് y ഈക്വൽ ടു 40 അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയത് എക്സിന്റെ വാല്യൂ ആണ്. ദാറ്റ് ഈസ് 3 ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 15 മൈനസ് y ഈക്വൽ ടു 40. ദെൻ മൈനസ് y ഈക്വൽ ടു 15 ഇൻറ്റു 3 എത്രയാ? 45. 45 മൈനസ് y which is equal to 40. Then minus y is equal to 40 minus 45. Equal to minus y equal to എത്ര വരും? 40 minus 45 എത്രയാണ്? ഇതുപോലെയാണ് ബിഗസ്റ്റ് മൈനസ് സ്മോളസ്റ്റ്. 45 നിന്ന് 40 പോയാൽ 5 ആണ് ആൻസർ. അതിന്റെ എന്താണ് ബിഗസ്റ്റ് നമ്പറിന്റെ സിമ്പൽ എത്രയാണ്? മൈനസ്. ദാറ്റ് ഈസ് മൈനസ് 5. മൈനസ് y is equal to minus 5. മൈനസ് y is equal to minus 5. Therefore എത്രയാവും? y is equal to 5. yയുടെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടി? y is equal to 5 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? റൈറ്റ് ആൻസേഴ്സും റോങ് ആൻസേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ആവൂലേ? ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എന്തൊന്നും കണ്ടു കഴിഞ്ഞു? റൈറ്റ് ആൻസേഴ്സ് എത്ര, റോങ് ആൻസേഴ്സ് എത്ര എന്ന് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് therefore ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫൈൻഡ് ചെയ്യും? റൈറ്റ് ആൻസേഴ്സ് എക്സ് ആണ്, റോങ് ആൻസേഴ്സ് വൈ ആണ്. അപ്പോൾ ഒരു ടെസ്റ്റിന് ഇത്ര റൈറ്റ് ആൻസർ ഉണ്ടായിരുന്നു, ഇത്ര റോങ് ആൻസർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രയും റൈറ്റ് ആൻസറും റോങ് ആൻസറും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. എക്സ് റൈറ്റ് ആൻസറിന്റെ എണ്ണവും, നമ്പർ ഓഫ് റൈറ്റ് ആൻസേഴ്സ് പ്ലസ് നമ്പർ ഓഫ് റോങ് ആൻസേഴ്സ്, ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ. മനസ്സിലായല്ലോ? അപ്പൊ നമ്പർ ഓഫ് റൈറ്റ് ആൻസേഴ്സും നമ്പർ ഓഫ് റോങ് ആൻസേഴ്സ് പ്ലസ് നമ്പർ ഓഫ് റോങ് ആൻസേഴ്സ്. അപ്പൊ എന്താണ് ആൻസർ? എക്സ് പ്ലസ് വൈ. എക്സും വൈയും കൂടെ ആഡ് ചെയ്യണം. നമുക്ക് എക്സിന്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 15. ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ആൻഡ് വൈയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 5 അല്ലെ? 15 plus 5 is equal to 20. Therefore total question equal to equal to എത്രയാണ്? 20. ടോട്ടൽ ക്വസ്റ്റ്യൻസ് എത്രയാണ്? 20 എന്ന് കിട്ടി. കാരണം റൈറ്റ് ആൻസേഴ്സും റോങ് ആൻസേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എത്രയാണെന്ന് കിട്ടും, വിച്ച് ഈസ് ദ ആൻസർ. ഓക്കെ. എക്സസൈസ് 3.5 ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ ആണ്. Places A and B are 100 km apart on a highway. One car starts from A and another from B at the same time. If the cars travel in the same direction at different speeds, they meet in 5 hours. If they travel towards each other, then they meet in 1 hour. What are the speed of the two cars? Places A and B are 100 km apart on a highway. ഒരു ഹൈവേയിൽ എയും ബിയും എന്ന് പറയുന്ന രണ്ട് പ്ലേസസ് ഉണ്ട്, എ ബി.
അപ്പോൾ 100 കിലോമീറ്റർ അപ്പാർട്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണ്. kilometer apart on a highway. One car start from A. ഒരു ഇവിടെ എയിൽ നിന്ന് ഒരു കാർ സ്റ്റാർട്ട് ചെയ്യാണ്. കാർ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. കാർ 1 ആണ്. കാർ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ബിയിൽ നിന്ന് എന്തോന്നാണ്, ആൻഡ് ബി ഫ്രം ബിയിൽ നിന്ന് അനദർ കാർ, ബിയിൽ നിന്ന് കാർ 2 സ്റ്റാർട്ട് ചെയ്യാണ്. കാർ 2 car on a highway. One car starts from A and another car starts from B at the same time. ഒരേ സമയത്താണ് രണ്ട് കാറും സ്റ്റാർട്ട് ചെയ്യുന്നത്. If the cars travels in the same direction at different speed, ഈ കാറും സെയിം ഡയറക്ഷനിൽ ആണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ they meet in 5 hours. ഇവർ 5 hours കഴിയുമ്പം ഇവർക്ക് ഒരു മീറ്റിംഗ് പ്ലേസ് കാർ 1നും, കാരണം രണ്ടുപേരും ഒരേ ഡിറക്ഷനിലാണ് പോകുന്നത്. കാർ 1 ഇങ്ങനെ പോകുന്നു, കാർ 2 ഇങ്ങനെ പോകുന്നു. അപ്പോൾ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 100 കിലോമീറ്റർ ആണെന്നുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ, ബാക്കിയൊന്നും നമുക്കറിയില്ല. എന്നിട്ട് ഇവരുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് എത്ര ടൈം കഴിയുമ്പോഴാണ് ഇവർ മീറ്റ് ചെയ്യുന്നത്? 5 hours കഴിയുമ്പം ഏതോ ഒരു പ്ലേസിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. ആ പ്ലേസിനെ ഞാൻ സി എന്ന് കൊടുക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി സി. സി എന്ന് പറയുന്ന പ്ലേസിൽ വെച്ച് എയും ബിയും മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് ആകെ അറിയാന്നുള്ളത് ഏതാണ്? ഡിസ്റ്റൻസും ടൈമും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസും ടൈമും സ്പീഡും വെച്ചുള്ള റേഷ്യോയിലാണ് ഈ ക്വസ്റ്റ്യൻ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തോന്നായിരിക്കും? അപ്പോൾ ആദ്യം നമുക്ക് സ്പീഡാണ് ക്വസ്റ്റ്യൻ കാണേണ്ടതും അങ്ങനെയാണ്. വാട്ട് ആർ ദ സ്പീഡ്സ് ഓഫ് ദ 2 കാർ? രണ്ട് കാറിൻ്റെയും സ്പീഡ് എത്ര എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അസ്യൂം ചെയ്യണം. ഫസ്റ്റ് കാറിൻ്റെ സ്പീഡ് എക്സ് എന്നും സെക്കൻഡ് കാറിൻ്റെ സ്പീഡ് വൈ എന്നും അസ്യൂം ചെയ്യണം. അപ്പോൾ ലെറ്റ് ദ സ്പീഡ് ഓഫ് first car bx and second car by. First car equal to x kilometer per hour and speed of car second is equal to എത്രയാണ്? 5 കിലോമീറ്റർ പെർ അവർ. രണ്ടും നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞു, എക്സ് എന്നും വൈ എന്നും. ഇനിയാണ് നമുക്ക് ആദ്യം ഫോർമുല ഡെറിവേഷൻ ആണ്. ഫോർമുല ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ അറിയാന്നുള്ളത് എന്താണ്? എ ബി ഡിസ്റ്റൻസ് മാത്രമേ 100 കിലോമീറ്റർ എന്ന് അറിയാവൂ. അപ്പം ലെറ്റ് ദ കാർ അപ്പോൾ എഴുതണം. നമ്മൾ ഏതാ അസ്യൂം ചെയ്ത് കാർ മീറ്റ് ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത് സി എന്ന് അസ്യൂം ചെയ്യണം. ലെറ്റ് ദ 2 cars meet at C after എത്ര സമയം കഴിഞ്ഞാണ് അവർ കാണുന്നത്? 5 hour അല്ലേ? 5 hour കഴിയുമ്പോഴാണ് ഇവർ സി എന്ന് പറയുന്ന പ്ലേസിൽ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് അറിയാവൂ. ഡിസ്റ്റൻസും സ്പീഡും വെച്ച് ഡിസ്റ്റൻസും ടൈമും അറിയാവൂ. അത് വെച്ചിട്ട് സ്പീഡ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആദ്യം ഡിസ്റ്റൻസ് നോക്കാം. എ മുതൽ സി വരെയുള്ള, സി എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് പ്ലേസ് ആണ് സി എന്ന് പറയുന്ന ഈ പ്ലേസ്. അപ്പോൾ ശരിക്കും കാർ എ പ്ലേസിൽ നിന്ന് കാർ 1 സ്റ്റാർട്ട് ചെയ്യുന്നു, ബി പ്ലേസിൽ നിന്ന് കാർ 2 സ്റ്റാർട്ട് ചെയ്യുന്നു. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഡിസ്റ്റൻസ്, എക്കും ബിക്കും ഇടയ്ക്കുള്ള ഗ്യാപ്പ് 100 കിലോമീറ്റർ. ആ ഡിസ്റ്റൻസ് മാത്രമേ നമുക്കറിയാവൂ. അപ്പോൾ അത് റേഷ്യോ, അത് ആൻസറായി വരത്തക്ക രീതിയിൽ എന്ന് പറഞ്ഞാൽ ഈ എ ബി എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആൻസറായിട്ട് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നാണ് ഫോർമുല ഡെറിവേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എന്തോന്നാണ്? വി നോ ദാറ്റ് എന്തോന്നാണ്? എ സി മൈനസ് നമുക്ക് എ ബി 100 കിലോമീറ്റർ എന്ന് കിട്ടണം അല്ലേ? എ ബി എന്നുള്ളത് 100 കിലോമീറ്റർ. നമുക്ക് അറിയാവുന്ന ആകെയുള്ള കാര്യം എ ബി 100 കിലോമീറ്റർ ആണെന്ന്. അതുകൊണ്ട് എ സി മൈനസ് ബി സി അല്ലേ? എ സി മൈനസ് ബി സി എടുത്താൽ നമുക്ക് എ ബി കിട്ടും. അങ്ങനെ എഴുതാമല്ലോ. ദാറ്റ് ഈസ് എന്തോന്ന് എഴുതാം? എ സി ഈക്വൽ ടു, എ സി എന്ന് പറയുന്നത് എന്തോന്നാണ്? എ സി ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ. എ സി എന്ന് പറയുന്നത് എ മുതൽ സി വരെ ആരാണ് പോകുന്നത്? കാർ 1. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാർ സിയിൽ എത്തുമ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്. ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറും സിയിൽ എത്തുമ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എ മുതൽ സി വരെ കാർ 1 സഞ്ചരിച്ച ദൂരം എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ സി ആണ്. എ സി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ 1. അതുപോലെ ബി സി എന്ന് പറയുന്നത് എത്രയാണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ 2. ഡിസ്റ്റൻസ് traveled by car 2.
ബി സി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ 2. നമുക്കിപ്പോൾ ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടി എന്തോന്ന് കൊടുക്കാം, എ സി മൈനസ് ബി സി ഈക്വൽ ടു എ ബി എന്ന് കൊടുക്കാം. അപ്പൊ എ സി നമ്മൾ എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യണമല്ലോ. അപ്പൊ എ സി എങ്ങനെ ഫൈൻഡ് ചെയ്യും? എ സി എന്ന് പറഞ്ഞാൽ കാർ എ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. കാർ എയുടെ സ്പീഡ് എത്രയാണ് നമ്മൾ എടുത്തത്? എക്സ് km/h ആണ് കാർ 1. ദാറ്റ് ഈസ് കാർ ഫസ്റ്റ് കാറാണ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കാർ 1 ട്രാവൽ ചെയ്ത സ്പീഡ് എന്ന് പറയുന്നത് എക്സ് കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്ര ടൈം കൊണ്ടാണ് ഇവർ കാർ എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസിന് എത്ര ടൈമാണ് എടുത്തത്? ടോട്ടൽ രണ്ടുപേരും 5 hours ആണ് എടുത്തത്. കാർ 1ഉം 5 hours, കാർ 2ഉം 5 hours. അപ്പൊ എങ്ങനെ എടുക്കും? ടൈം എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന പ്ലേസിൽ രണ്ടുപേരും എത്തിച്ചേർന്നത് 5 hours കൊണ്ടാണ്. അപ്പൊ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ആണല്ലോ അല്ലെ. എ സി ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഇൻറ്റു ടൈം. എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? കാർ 1 പോയ ഡിസ്റ്റൻസ് ആണ്. കാർ 1ന്റെ സ്പീഡ് എത്രയാണ്? എക്സ് ഇൻറ്റു ടൈം. ടൈം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും എത്തിച്ചേർന്നത് എത്രയാണ്? 5 hours കൊണ്ടാണ് മീറ്റ് ചെയ്തത് രണ്ടുപേരുടെ. അപ്പോൾ ഒരേ ടൈമിലായിരിക്കുമല്ലോ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ 5x ഇൻറ്റു 5 വിച്ച് ഇസ് ഈക്വൽ ടു 5x. അതാണ് ഏത് ഡിസ്റ്റൻസ്? എ സിയുടെ ഡിസ്റ്റൻസ്. അടുത്തിന് ഏതാണ്? ബി സി. ബി സി എന്ന് പറയുന്നത് കാർ ബി എന്ന് പറഞ്ഞാൽ കാർ 2 സെക്കൻഡ് കാർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ 2. കാർ 2 എന്താണ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ബി സി എന്ന് പറയുന്നത്. കാർ 2ന്റെ സ്പീഡ് നമ്മൾ എത്രയാണ് എടുത്തത്? y km/h അല്ലെ. സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, അതറിയാലോ ഫിസിക്സിൽ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ ഇതിൽ എ സി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ആയതുകൊണ്ട് സ്പീഡ് ഇൻറ്റു ടൈം. ബി സി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ 2 ബി സി ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാണ്? എത്ര km/h ആണ് സ്പീഡ് ട്രാവൽ ചെയ്തത്? y km. അപ്പോഴും അത് പോയ ടൈം എത്രയാണ്? y ഇൻറ്റു 5 വിച്ച് ഇസ് ഈക്വൽ ടു 5y ആണല്ലോ. അപ്പം ഇനി നമുക്ക് എന്താണ് ഫോർമുല എന്ന് പറഞ്ഞാൽ എ സി മൈനസ്, നമുക്ക് അറിയാവുന്ന ഡിസ്റ്റൻസ് എ ബി എ ഉള്ളൂ. അപ്പൊ ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എ സി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു 100 എന്ന് എടുക്കാമല്ലോ. കാരണം എ സി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു എ ബി ആണ്. അപ്പൊ എഴുതണം എ സി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു എ ബി. എ സി എത്രയാണ്? ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു 5x. ബി സി എത്രയാണ്? 5y. ഇസ് ഈക്വൽ ടു എ ബി എത്രയാണ്? 100 കിലോമീറ്റർ. അപ്പോൾ എന്തോന്ന് ഇക്വേഷൻ കിട്ടി കഴിഞ്ഞു? ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. 5x മൈനസ് ദേ ആർ ഓൺ ദ സെയിം ഡയറക്ഷനിലുള്ള ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. 5x മൈനസ് 5y ഇസ് ഈക്വൽ ടു 100. അതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഈ ഇക്വേഷൻ എന്തെന്നായി മാറും? x മൈനസ് y ഇസ് ഈക്വൽ ടു 20 എന്ന് വരും. അപ്പോൾ അങ്ങനെ ആ ഒരു ഇക്വേഷൻ ഫോം ചെയ്തതിന് ശേഷം സെക്കൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ്റെ കേസ് ചെയ്യാം. എ സി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു എ ബി. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ എന്തോന്നായിരുന്നു? 5x മൈനസ് 5y ഇസ് ഈക്വൽ ടു 100. ഞാൻ അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യും? x മൈനസ് y ഇസ് ഈക്വൽ ടു 20. അപ്പോൾ ഫസ്റ്റ് കേസിന്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തെന്താണ്? സെക്കൻഡ് കേസ്. അപ്പോൾ കാർസ് ആർ ഓൺ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പോയാൽ അപ്പോൾ കാർ ഓൺ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ എ ബി. ഇവിടുന്ന് ഒരു കാർ സ്റ്റാർട്ട് ചെയ്യാണ്, കാർ 1. അതുപോലെ ഇവിടുന്ന് കാർ സ്റ്റാർട്ട് ചെയ്യുന്നു, കാർ 2. ഇനി എന്തോന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദേ ആർ ഓൺ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കാർ 1 ഇങ്ങോട്ടാണെങ്കിൽ കാർ 2 ഇങ്ങോട്ട്. അങ്ങനെ ദേ ആർ ഓൺ ദ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ അവരുടെ മീറ്റിംഗ് പ്ലേസ് വീണ്ടും നമ്മൾ എവിടെയായിരിക്കും കാണുന്നത്? ഇങ്ങോട്ടും പോകുമ്പോൾ എളുപ്പത്തിൽ കണ്ടുമുട്ടില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ വീണ്ടും ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. ആ മാർക്കിംഗ് പ്ലേസ് സി ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ സെക്കൻഡ് കേസ് ആണ് ഇത്. സെക്കൻഡ് കേസ് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കേസിന്റെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി സെക്കൻഡ് കേസിൽ കാർസ് ആർ ഓൺ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോഴും കാർ മീറ്റ് ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത് എ ബിക്കുള്ളിലാണ് സി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? കാർ 1 ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എ മുതൽ സി വരെ ആണല്ലോ. അതുപോലെ കാർ ബി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? കാർ 1 എന്ന് പറയുന്നത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാർ 2 എന്ന് പറയുന്നത് ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാർ. അപ്പം കാർ 2 ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ബി മുതൽ സി വരെ. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് ഇവർ തമ്മിലുള്ള എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഗ്യാപ്പ് 100 കിലോമീറ്റർ ആണ്. 100 കിലോമീറ്റർ അപ്പാർട്ട് ഓൺ എ ഹൈവേ. എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബി വരെയുള്ളത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്യാപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ അവരുടെ എയും ബിയും ആയിട്ടുള്ള ഡിസ്റ്റൻസ് 100 കിലോമീറ്റർ ആണ്. അപ്പോൾ അത് നമ്മൾ ലെറ്റ് ഇറ്റ് ബി മീറ്റ് അറ്റ് ദ പോയിന്റ് സി ഓൺ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അപ്പോൾ എഴുതണം
എന്തോ എഴുതുന്നത്, if two cars are on the opposite direction, let the two cars meet at C after എപ്പോഴാണ് കാണുന്നത്, ആഫ്റ്റർ 1 hour. അപ്പോൾ മറ്റേതുപോലെ 5 hours എടുക്കുന്നില്ല, കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ 5Aക്ക് അത്രയും ഡിസ്റ്റൻസ് ഓടി വരണ്ട, കാരണം രണ്ടുപേരും ഈക്വൽ സമയം കൊണ്ട് തന്നെ എത്തിച്ചേരാണ്. ആഫ്റ്റർ 1 hour പെട്ടെന്ന് കണ്ടുമുട്ടാണ്. ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പ്ലേസ് C ആണ്. അപ്പോൾ ആഫ്റ്റർ 1 hour കൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്ന പ്ലേസ് സിയിൽ 1 hour കൊണ്ട് മീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്പീഡാണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസിന്റെ ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇക്വേഷന്റെ കേസ് ആകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദ കാർസ് മീറ്റ് അറ്റ് ദ സി എന്ന് എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെ എഴുതും, therefore എന്താണ് AC പ്ലസ് അല്ലെ, AC പ്ലസ് BC is equal to 100 അല്ലേ. ടോട്ടൽ AB ആണ് 100 എന്ന് പറയുന്നത്. AC പ്ലസ് BC is equal to AB അല്ലെ. AB ആണ്. AC എന്ന് പറഞ്ഞാൽ എന്താണ്, കാർ 1 ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അറിയില്ലെങ്കിൽ എഴുതിക്കോളണം. AC എക്സാമിന് വെറുതെ ഇങ്ങനെ വേർഡ്സ് മാത്രം അങ്ങനെ എഴുതി പോയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. AC is equal to distance traveled by car 1 and BC is equal to distance traveled by car 2 എന്ന് പറയുന്ന കാർ എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അപ്പോൾ ഇനി എന്തോന്ന് ചെയ്യണം, AC പ്ലസ് BC is equal to AB അല്ലേ. എഴുതി കഴിഞ്ഞു. AC പ്ലസ് BC is equal to AB. ഇനി AC എത്രയാണ്, BC എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യണം. AC is equal to എന്താണ് ഞാൻ പറഞ്ഞു, ഡിസ്റ്റൻസ് is equal to സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഡിസ്റ്റൻസ് is equal to സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാണ്, സ്പീഡ് ACയുടെ ഫസ്റ്റ് കാറിന്റെ സ്പീഡ് നമ്മൾ എത്രയെന്ന് എടുത്തു, x km/h. സെക്കൻഡ് കാർ 2ൻ്റെതോ y km/h. അപ്പോൾ AC എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ 1 ആയതുകൊണ്ട് സ്പീഡ് ഇൻറ്റു ഡിസ്റ്റൻസ്, സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാണ്, x km/h. ദാറ്റ് ഈസ് x ഇൻറ്റു ടൈം എത്രയാണ് മീറ്റ് ചെയ്യുന്നത്, 1 hour കൊണ്ടാണ് മീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1x. അതുപോലെ BC ആണെങ്കിലോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ 2 ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് BC എന്ന് പറയുന്നത്. ഇപ്പോൾ കാർ 2ന്റെ സ്പീഡ് എത്രയാണ്, അവിടെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് ഇൻറ്റു ടൈം വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ 2 എത്രയാണ്, y ഇൻറ്റു എത്ര ടൈം കൊണ്ടാണ് അവർ മീറ്റ് ചെയ്തത്, അത് രണ്ട് കാറും ഒരുമിച്ചാണല്ലോ മീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 hour. ദാറ്റ് ഇസ് ഈക്വൽ ടു 1y. അപ്പോൾ നമുക്ക് ഇനി 1x എന്ന് കിട്ടി, 1y എന്ന് കിട്ടി. ഈ എക്സും വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 100 കിലോമീറ്റർ. AC പ്ലസ് BC is equal to AB. ദാറ്റ് ഈസ് AC പ്ലസ് BC is equal to AB. AC പ്ലസ് BC is equal to എത്രയാണ്, AC പ്ലസ് BC equal to AB എന്നാണ് എടുത്തത്. കാരണം കാർ 1ഉം കാർ 2ഉം A പ്ലേസ് ചെയ്യുന്നു, B പ്ലേസ് ചെയ്യുന്നു. കാർ 1 കാർ 2 they meet at the place. ഏത് പ്ലേസിലാണ് അവർ മീറ്റ് ചെയ്യുന്നത്, C എന്ന് പറയുന്ന പ്ലേസിൽ മീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ AC പ്ലസ് A മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 100 കിലോമീറ്റർ ആണ്. മീറ്റ് ചെയ്യുന്നത് 1 hour കൊണ്ടാണ്. അതുപോലെ പിന്നെ AC എന്ന് പറയുന്ന ഡിസ്റ്റൻസും BC എന്ന് പറയുന്ന ഡിസ്റ്റൻസും AB രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് AB. കാരണം നമുക്ക് 100 കിലോമീറ്റർ വെച്ച് ഫോം ചെയ്തിട്ട ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് AC പ്ലസ് BC is equal to 100 കിലോമീറ്റർ. AC മീൻസ് കാർ 1 ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, BC മീൻസ് കാർ 2 ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അപ്പോൾ AC എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്ന് കിട്ടി, x എന്ന് കിട്ടി. BC എന്ന് പറയുന്നത് y എന്ന് കിട്ടി. കാരണം ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എത്രയായിരുന്നു, കാർ 1ൻ്റെത് എക്സും കാർ 2ൻ്റെത് വൈയും ആയിരുന്നു. ടൈം എന്ന് പറയുന്നത് 1 hour കൊണ്ടാണ് മീറ്റ് ചെയ്തത്. ദാറ്റ് ഈസ് 1x പ്ലസ് 1y. ദാറ്റ് ഈസ് ഈക്വൽ ടു x പ്ലസ് y ഈസ് ഈക്വൽ ടു AB വിച്ച് ഈസ് ഈക്വൽ ടു 100 കിലോമീറ്റർ. Therefore x plus y equal to 100. Equation number 2. ഫസ്റ്റിൽ നമ്മൾ ഒരു ഇക്വേഷൻ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഏതായിരുന്നു, 5x minus 5y is equal to 5x minus 5y is equal to 100 എന്ന് കിട്ടി. Then എന്തോന്ന് എഴുതി, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x minus y is equal to 20. ഇതായിരുന്നു ഇക്വേഷൻ നമ്പർ 1.
that is x minus y is equal to 20, equation number 1. ഈ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്താലും നമുക്ക് എക്സിൻ്റെ വാല്യൂ ഒരു എലിമിനേഷൻ മെത്തേഡിലാകുമ്പോൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്താൽ y എലിമിനേറ്റ് ആവും, സബ്ട്രാക്ട് ചെയ്താൽ എക്സ് എലിമിനേറ്റ് ആവും. ഇക്വേഷൻ കാണുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ആൻസർ, കാരണം സിമ്പിൾ ഇക്വേഷനാണ് രണ്ടും. അപ്പോൾ എന്ത് ചെയ്യാം, വൈയും കൂടെ ആഡ് ക്യാൻസലായി പോകാൻ വേണ്ടി ഞാൻ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് 2 + 1 ഇംപ്ലൈസ് x plus x എത്രയാവും, 2x. y ക്യാൻസൽ ആവും. It is equal to 100 plus 20 is equal to 120. Then x is equal to 120 divided by 2 which is equal to 60. അപ്പോൾ കാർ 1ന്റെ സ്പീഡ് എത്രയെന്ന് കിട്ടി, 60 km/h എന്ന് കിട്ടി. ഇനി ഏതാണ് കാർ 2ന്റെ ഇത് കാണാൻ വേണ്ടി ഈ കിട്ടിയ എക്സ് എടുത്ത് നമ്മൾ കാർ 2വിനെയാണ് കാർ 1നെ എക്സ് എന്ന് അസ്യൂം ചെയ്തു സ്പീഡ്, കാർ 2ന്റെ സ്പീഡ് എന്തോന്ന് അസ്യൂം ചെയ്തു, വൈയുടെ സ്പീഡ് വൈ എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ഈ കിട്ടിയ എക്സിന്റെ വാല്യൂ എടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വൈയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 60 ഇൻ ഇക്വേഷൻ നമ്പർ 2. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2 ഏതാണ്, ഇൻ ഇക്വേഷൻ 2 ആണ്. ഇക്വേഷൻ നമ്പർ 2 ഏതായിരുന്നു, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 100. എക്സ് പ്ലസ് വൈ ഏതെങ്കിലും ഫസ്റ്റിലും കൊടുക്കാം സെക്കൻഡിലും കൊടുക്കാം, ഞാൻ ഇപ്പോൾ സെക്കൻഡിൽ കൊടുത്തു എന്നേ ഉള്ളൂ. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 100. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ എത്രയാണ് കിട്ടിയത് നമുക്ക്, 60 പ്ലസ് വൈ ഈക്വൽ ടു 100. ദെൻ വൈ ഇസ് ഈക്വൽ ടു 100 മൈനസ് 60 which is equal to എത്ര കിട്ടി, 4 km/h. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്, ഫൈൻഡ് ചെയ്യേണ്ടതെന്നാണ് കാർ 1ന്റെയും കാർ 2ന്റെയും സ്പീഡ് ഫൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ സ്പീഡ് ഓഫ് കാർ 1നെ നമ്മൾ എങ്ങനെ എടുത്ത്, എക്സ് എന്ന്, സ്പീഡ് ഓഫ് കാർ 2 വൈ എന്ന് എടുത്തു. സ്പീഡ് ഓഫ് കാർ 1 ഈക്വൽ ടു എത്രയാണ്, എക്സ് km/h ആയിട്ട് അസ്യൂം ചെയ്തത്. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്രയാണ്, 60 km/h. 60 km/h. അതുപോലെ സ്പീഡ് ഓഫ് കാർ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു കാർ 2 എന്ന് എടുത്തത് ഏതിനാണ്, വൈ ഈസ് ഈക്വൽ ടു 40 km/h വിച്ച് ഈസ് ദ ആൻസർ. അപ്പോൾ കാർ 1ന്റെ സ്പീഡ് 60 km, കാർ 2ന്റെ സ്പീഡ് 40 km/h ആണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമാണ്. എക്സാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദിസ് ഈസ് ദ ആൻസർ. Question number 5. The area of a rectangle gets reduced by 9 square centimeter. Its length is reduced by 5 units and breadth is increased by 3 units. If we increase the length by 3 units and the breadth by 2 units, then the area increases by 67 square units. Find the dimensions of the rectangle. The area of a rectangle gets reduced by 9 square units if its length is reduced by 5 units and breadth is increased by 3 units. Length 5 units increase ചെയ്യുന്നു, അതുപോലെ breadth increased by 3 units. ഓരോ കേസാണ് പറയുന്നത്. then area is reduced by 9 square units. അപ്പോൾ ഇനി എല്ലാം എന്താണ്, in terms of ലെങ്തിലും ബ്രെഡ്ത്തിലുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യണം. let the length be x and breadth be y. let the length be x and breadth be y square units. length x എന്ന്, breadth എന്തൊന്ന് എടുത്തു, y യൂണിറ്റ് ഒന്നും എടുത്തു. length is x unit and breadth is y units. ഏരിയ ആണ് സ്ക്വയർ യൂണിറ്റ്സിൽ എഴുതേണ്ടത്. അപ്പോൾ ലെങ്ത് എക്സ് യൂണിറ്റ് എന്ന് എടുത്തു, ബ്രെഡ്ത്ത് വൈ യൂണിറ്റ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, ഇഫ് ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 5 units and breadth is increased by 3 units, then area is reduced by 9 units. അപ്പോൾ ഇങ്ങനെ എഴുതാം. കണ്ടീഷൻ എഴുതുമ്പോൾ ആദ്യം എളുപ്പം എന്ന് പറയുന്നത് ഏതാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ ഏരിയ അല്ലേ. ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എടുത്ത്, എക്സ് എന്നും, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലോ വൈ എന്നും എടുത്തു. അപ്പോൾ ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ഏരിയ എന്ന് പറഞ്ഞാൽ അതാണ് എക്സ് വൈ. അപ്പോൾ എക്സ് ഇൻറ്റു വൈ, എക്സ് എന്ന് പറയുന്ന ലെങ്ത്, വൈ എന്ന് പറയുന്നത് ബ്രെഡ്ത്ത്, എക്സ് വൈ എന്ന് പറയുന്നത് ഏരിയ. അപ്പോൾ എങ്ങനെ എഴുതും, ലെങ്ത് ഇസ് ഈക്വൽ ടു എക്സ്, breadth is equal to y
ഏരിയ ഇസ് ഈക്വൽ ടു ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ, ഫോർമുല യൂസ് ചെയ്ത് വേണം എഴുതാൻ. ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, കാരണം റെക്റ്റാങ്കിൾ ആണ്, റെക്റ്റാങ്കിൾ ആണ് തന്നിരിക്കുന്ന ഫിഗർ. ആ പർട്ടിക്കുലർ റെക്റ്റാങ്കിൾ, ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ആ പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് XY ആണ്. ലെങ്ത് ഇസ് ഈക്വൽ ടു X യൂണിറ്റ്, ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു Y യൂണിറ്റ്. അപ്പോൾ ഇനി ഏരിയ ഇസ് ഈക്വൽ ടു XY എന്നാണ്. ലെങ്ത് എത്രയാണ് കുറയുന്നത്? ലെങ്ത് ഈസ് റെഡ്യൂസ്ഡ് ബൈ 5 യൂണിറ്റ്സ്. ദാറ്റ് ഈസ് ലെങ്ത് എങ്ങനെയായി മാറും? X മൈനസ് 5 ആവും. ലെങ്ത് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് കേസ് ആണ്, കേസ് 1. ലെങ്ത് ഇസ് ഈക്വൽ ടു X മൈനസ് 5 ആൻഡ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു എത്രയാണ്? ബ്രെഡ്ത്ത് എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ലെങ്ത് എക്സ് റെഡ്യൂസ് 5 യൂണിറ്റ്സ് റെഡ്യൂസ് ചെയ്യുന്നു, ബ്രെഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 3 യൂണിറ്റ്സ്. ദാറ്റ്സ് ഈക്വൽ ടു y പ്ലസ് 3. ദെൻ ഏരിയ ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ബൈ 9 സ്ക്വയർ യൂണിറ്റ്സ്. ഏരിയ എന്തോന്നായി മാറുന്നു? 9 സ്ക്വയർ യൂണിറ്റ്സ് റെഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഏരിയ ഈസ് ഈക്വൽ ടു XY മൈനസ് 9 ആവുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ലെങ്ത് 5 യൂണിറ്റ്സ് റെഡ്യൂസ് ചെയ്യുന്നു മീൻസ് കുറയുന്നു. കുറയുന്നു പറഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യുന്നു. ഉള്ള ലെങ്തിൽ നിന്ന് 5 യൂണിറ്റ്സ് സബ്ട്രാക്ട് ചെയ്യുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു X മൈനസ് 5 ആവും. അതുപോലെ നമുക്കുള്ള ബ്രെഡ്ത്ത് എത്രയായിരുന്നു? Y ആയിരുന്നു. അതിൽ 3 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. 3 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതെന്തോന്നായി മാറുന്നു? Y പ്ലസ് 3 ആവുന്നു. ദെൻ ഏരിയ ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ബൈ, ഏരിയ എത്രയാവുന്നു? ഏരിയ ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ബൈ 9 യൂണിറ്റ്സ്. റെഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ കുറയുന്നു. നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട് ഏരിയ XY ആണെന്ന്. ദാറ്റ് ഈസ് XY മൈനസ് 9. അപ്പോൾ നമുക്ക് ഫോർമുല ആയി കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ ഏരിയ. അപ്പോൾ ഫസ്റ്റ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെങ്ത് ഇൻറ്റു ഫസ്റ്റ് കേസിലെ ഇക്വേഷൻ എഴുതാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു ഏരിയ. ലെങ്ത് എത്രയാ? X മൈനസ് 5 ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? Y പ്ലസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു XY മൈനസ് 9. ഇനി എന്ത് ചെയ്യണം? ഇക്വേഷൻ സോൾവ് ചെയ്ത് ഇക്വേഷൻ ഫോർമാറ്റിലാക്കിയിട്ട് AX പ്ലസ് BY പ്ലസ് C ഇസ് ഈക്വൽ ടു 0 ലീനിയർ ഇക്വേഷൻ്റെ ഫോർമാറ്റിലാക്കിയിട്ട് അടുത്ത ഇക്വേഷൻ വെരിഫൈ ചെയ്യാൻ പോകുമോ, അല്ലെങ്കിൽ ഇവിടെ ചെയ്യാതെ പോയാൽ വീണ്ടും നമുക്കിനി ഇക്വേഷൻ ഫോം ചെയ്തിട്ട് എല്ലാം കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് അതിനെ ഡിറൈവ് ചെയ്ത് ഇക്വേഷൻ നമ്പർ കൊടുത്തതിന് ശേഷം മാത്രം സെക്കൻഡ് കേസ് ചെക്ക് ചെയ്യുക. എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു XY. പിന്നെ അതിനുശേഷം എക്സും 3യും കൂടെ അല്ലേ, 3 എന്താവും? പ്ലസ് 3x. അതുപോലെ 5ഉം വൈയും കൂടെ എത്ര വരും? മൈനസ് 5y. അതുപോലെ 5ഉം 3യും കൂടെ എത്രയാവും? 5 പ്ലസ് 3 15. സിമ്പിൾ എന്തോന്നാണ്? മൈനസ്. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു XY മൈനസ് 9 എന്നാവും. XY പ്ലസ് 3x മൈനസ് 5y മൈനസ് 15. എക്സിനെ y കൊണ്ട്, പിന്നെ എക്സിനെ 3 കൊണ്ട്, പിന്നെ മൈനസ് 5നെ y കൊണ്ട്, പിന്നെ മൈനസ് 5നെ 3 കൊണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇനി എന്ത് ചെയ്യാം? XY രണ്ട് സൈഡിലുണ്ട്. XY ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് XY ആവും, അങ്ങനെ ക്യാൻസൽ ആവും. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് തന്നെ കട്ട് ചെയ്തു. അപ്പോൾ XY ക്യാൻസൽ ആയി. ദെൻ എത്ര വരും? 3x മൈനസ് 5y ഈക്വൽ ടു മൈനസ് 9. എന്ത് ചെയ്തു? ഈ 15 നെക്സ്റ്റ് സൈഡിൽ പോകുമ്പോൾ എന്താവും? പ്ലസ് 15 ആവും. ദാറ്റ് ഈസ് 3x മൈനസ് 5y ഈക്വൽ ടു എത്ര കിട്ടും? ഇക്വേഷൻ 6 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. 3x മൈനസ് 5y. 9ൽ നിന്ന് 15ൽ നിന്ന് 9 പോയാൽ 6 ആണ്. ബിക്കോസ് നമ്പറിന്റെ സിമ്പിൾ പ്ലസ് ആണ്, അതുകൊണ്ട് 3x മൈനസ് 5y ഇസ് ഈക്വൽ ടു 6. ഇക്വേഷൻ നമ്പർ 1 ഫോം ചെയ്തു. ഇനി സെക്കൻഡ് കേസ് നോക്കിയിട്ട് സെക്കൻഡ് കണ്ടീഷൻ വെച്ചിട്ട് വീണ്ടും ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. ബാലൻസ് ലെങ്ത് ഇസ് ഈക്വൽ ടു X യൂണിറ്റ് ആണ്, ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു എത്രയാണ്? Y യൂണിറ്റ് ആണ്. ഏരിയ എത്രയാണ്? XY യൂണിറ്റ് ആയി മാറും അല്ലെ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ ഏരിയ എന്ന് പറഞ്ഞാൽ, കാരണം റെക്റ്റാങ്കിൾ ആണ്. ഇനി എന്തോന്ന് ചെയ്യണം? ലെങ്ത് റെഡ്യൂസ്ഡ് ബൈ, ലെങ്ത് ഈസ് the area is increased by 67 units. We increase the length by 3 units and breadth by 2 units. So length എന്തോന്നായി മാറുന്നു? increase by 3 units. That is new length എങ്ങനെയാണ്? length is equal to സെക്കൻഡ് കേസ് ആണ്. സെക്കൻഡ് കേസ് കേസ് 2ൽ എക്സ് എന്ന് പറയുന്നത് ലെങ്ത് എത്ര ഇൻക്രീസ് ചെയ്യുന്നു? ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 3 യൂണിറ്റ്സ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 3 ആവുന്നു. അതുപോലെ ബ്രെഡ്ത്ത് ഈസ് എന്തോന്നാവുന്നു? ബ്രെഡ്ത്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ, if we increase the length by 3 units and breadth by 2 units, breadthനെയും 2 units increase ആണ് ചെയ്യുന്നത്. y plus 2 ആവുന്നു. then area will be increases by 67 square units. ഇതിലെല്ലാം increasing മാത്രമേ ഉള്ളൂ, decreasing ഇല്ല. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു ഏരിയ എത്ര ഇൻക്രീസ് ചെയ്യുന്നു? 67. മനസ്സിലായല്ലോ. ലെങ്ത് എത്ര യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു? 3 യൂണിറ്റ്സ്. അതുപോലെ ബ്രെഡ്ത്ത് 2 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു. ഏരിയ എന്തോന്ന് ചെയ്യുന്നു? ഏരിയ ഇസ് ഈക്വൽ ടു 67 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു.
അപ്പോൾ ഏരിയ 67 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എക്സ് വൈയുടെ കൂടെ 67 ആഡ് ചെയ്യണം. ദെൻ ഏരിയ ഈസ് ഈക്വൽ ടു XY പ്ലസ് 67 ആയി മാറുന്നു. ഇനി ഈ മൂന്ന് എന്താണ് എക്സ് ലെങ്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും ഏരിയയുടെ വാല്യൂ വെച്ച് ഇക്വേഷൻ ഫോം ചെയ്യണം. ലെങ്ത് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ ഏരിയ എന്ന് പറയുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ. ലെങ്ത് എത്രയാണ്? എക്സ് പ്ലസ് 3. ബ്രെഡ്ത്ത് എത്രയാണ്? y പ്ലസ് 2. ആൻഡ് ഏരിയ ഈസ് ഈക്വൽ ടു എത്രയായി മാറും? XY പ്ലസ് 67. XYയുടെ കൂടെ 67 സ്ക്വയർ യൂണിറ്റ്സ് ആഡ് ചെയ്യണം. ദെൻ ഇനി നേരത്തെ ചെയ്ത പോലെ ഇക്വേഷൻ സോൾവ് ചെയ്യണം. എക്സിനെ y കൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാവും? XY ആവും. അതിനുശേഷം എക്സിന് 2 കൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 2x ആവും. 3 ഇൻറ്റു y 3y ആവും. 3y. Next 3 into 2 6 ആവും. That is equal to XY plus 67. XYയും XYയും cancel out ആവും. Then 2x plus 3y equal to 67. ഈ 6 എന്ത് ചെയ്ത് നെക്സ്റ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് 6 ആവും. Then 2x plus 3y equal to 67 minus 6. That is equal to 61. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും. അപ്പോൾ എന്ത് ചെയ്യാം? ഫൈൻഡ് ഡയമെൻഷൻ ഓഫ് ദ റെക്റ്റാങ്കിൾ ആണ് കാണേണ്ടത്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഫൈൻഡ് ചെയ്യാൻ വേണ്ടി രണ്ട് ഇക്വേഷൻ കിട്ടി കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തെന്നായിരുന്നു? ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഞാൻ സെക്കൻഡ് ഇക്വേഷൻ എടുത്ത് എക്സിൻ്റെ വാല്യൂ ബൈ യൂസിങ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ 2x is equal to എന്തോന്ന് വരും? 61 minus 3y. Then x is equal to 61 minus 3y by 2. ഇനി എന്ത് ചെയ്യാം? ഈ എക്സിന് ഞാൻ കിട്ടിയ വാല്യൂ എന്തോന്ന് കൊടുത്തു? തേർഡ് ഇക്വേഷൻ ഒന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 2 എടുത്താണ് നമ്മൾ എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്തത്. അതുകൊണ്ട് ഈ കിട്ടിയ തേർഡ് ഇക്വേഷൻ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവും? ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവും. എലിമിനേഷൻ മെത്തേഡ് ഏതിൽ കൊടുത്താലും വാല്യൂ കിട്ടും. അതുപോലെയല്ല എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് യൂസ് ചെയ്യാത്ത ഇക്വേഷൻ തന്നെ കൊടുക്കണം. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 61 മൈനസ് 3y ഇൻ ഇക്വേഷൻ നമ്പർ 1. എക്സ് ഇസ് ഈക്വൽ ടു 61 മൈനസ് 3y ബൈ 2 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എക്സിന് പകരം കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് 3 ഇൻറ്റു 61 മൈനസ് 3y ബൈ 2 മൈനസ് 5y ഈക്വൽ ടു 6. That is equal to 61 into 3 അല്ലേ? നമുക്കോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ LCM എടുത്താണ് ചെയ്യുന്നത്. 61 മൈനസ് 3y. ഈ 2 എന്ത് ചെയ്യും? ഇവിടെ പോകുമ്പോൾ മൈനസ് 10y ആവും. മൈനസ് 10y ദ ഹോൾ ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 6. കാരണം ഡിനോമിനേറ്റർ ഇവിടെ 1 ആണ്. അപ്പോൾ 2y കൊണ്ട് മൾട്ടിപ്ലൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. വിച്ച് ബിക്കംസ് 10y ആവും. ദാറ്റ് ഈസ് 61 ഇൻറ്റു 3. 61 ഇൻറ്റു 3 എത്രയാണ്? 183 അല്ലേ? 183. 1 into 3, 6 into 3, 18. 183 minus 3 into 3. Bracket open ചെയ്യുവാണ്. 3 into 3y which is equal to 9y minus 9y minus 10y equal to 2 into 6. ഇങ്ങോട്ട് പോകുമ്പോൾ എത്ര വരും? 2 into 6 is equal to 12. Then minus 9y minus 10y എത്ര വരും? minus 19y. 183 minus 19y equal to 12. Then minus 19y equal to 12 minus 183. 12 minus 183. 12 minus 183 എത്രയാണ്? 3 നിന്ന് 2 പോയാൽ 1. പിന്നെ എത്രയാണ്? 80 നിന്ന് 1 പോയാൽ 7. 171. Minus 19y equal to minus 171. Biggest നമ്പറിന്റെ സിമ്പിൾ മൈനസ് ആണ്. ദാറ്റ് ഈസ് മൈനസ് 171. ഇനി ഏതാണ് കാണേണ്ട വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസ് 19y ഈക്വൽ ടു മൈനസ് 171. y is equal to മൈനസ് 171 ഡിവൈഡ് ബൈ 19. 19 കൊണ്ട് 171നെ ഡിവൈഡ് ചെയ്യണം. ഇപ്പോഴും നമുക്ക് ആൻസർ എത്രയാണെന്ന് കിട്ടും. എത്രയായിരിക്കും? 19 കൊണ്ട് എത്രയായിരിക്കും പോകുന്നത്? 19 ഇൻറ്റു 9 ആണ്. മൈനസ് 19 ആണ്. 19 ഇൻറ്റു 9 കറക്റ്റാണ്. 19ന് 9 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ഈക്വൽ ടു 9. മൈനസ് മൈനസ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? പ്ലസ് ആവും. ദാറ്റ് ഇസ് ഈക്വൽ ടു y എന്ന് പറയുന്നത് 9 യൂണിറ്റ് എന്ന് കിട്ടി.
ഇനി നമുക്ക് ഏതാണ് കാണേണ്ടത്? എക്സ് ഫൈൻഡ് ചെയ്യണം. എക്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഈ കിട്ടിയ 9 എടുത്ത് ഏതെങ്കിലും ഇക്വേഷനിൽ നമ്മൾ ഏത് ഇക്വേഷനിൽ കൊടുത്താലും ആൻസർ കിട്ടും. പക്ഷേ എക്സ് ഫൈൻഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഇക്വേഷനുണ്ട് 3, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് y is equal to 9 in equation 3. Equation 3 എന്താണ്? x is equal to 61 minus 3y by 2. Which is equal to 61 minus 3 into 9. അല്ലേ? 9 y എന്ന് പറയുന്നത് എത്രയാണ്? 9 യൂണിറ്റ്സ് ആണ്. That is 61 minus 27 by 2. 34 എന്ന് കിട്ടും. 34 divided by 2. 34 divided by 2 which is equal to 17 യൂണിറ്റ് ആണ് എക്സിൻ്റെ വാല്യൂ. എക്സിൻ്റെ വാല്യൂ 17 യൂണിറ്റ് എന്ന് കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു 17, വൈയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 9 ആണ്. അപ്പോൾ നമുക്കിനി എങ്ങനെ എഴുതാം? ലെങ്തും ബ്രെഡ്ത്തും ആണ് ചോദിച്ചിട്ടുള്ളത്. therefore length is equal to 17 units and breadth is equal to 9 units. therefore length of rectangle, ലെങ്തിനാണ് നമ്മൾ എക്സ് എന്ന് എടുത്തത്. therefore length of rectangle is equal to 17 unit and breadth of rectangle is equal to, breadth എങ്ങനെയാണ് നമ്മൾ എടുത്തത്? y എന്ന് എടുത്ത്, ലെങ്ത് x ആണ്. that's equal to y is equal to എത്രയാണ്? 9 units. അപ്പോൾ ലെങ്ത് എത്ര, ബ്രെഡ്ത്ത് എത്ര എന്ന് മാത്രമേ ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളൂ. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയമെൻഷൻ മീൻസ് ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. 17 യൂണിറ്റ്സ് എന്ന് 9 യൂണിറ്റ്സ് എന്ന് കിട്ടിക്കഴിഞ്ഞു. വിച്ച് ഈസ് ദ ആൻസർ.